അൽഹംദുലില്ലാഹ്, രാവിലെ മുതലായി നമ്മുടെ സിക്കൂലെ വിദ്യാർത്ഥികളുടെ പാടിയും പറഞ്ഞുമൊക്കെ അവരുടെ കഴിവുകൾ മാറ്റുരച്ചു. അൽഹംദുലില്ലാഹ്, സ്വീകരിക്കുമാറാകട്ടെ. അടുത്തതായി നമ്മൾ സമാപന സെക്ഷനിലേക്ക് കടക്കുകയാണ്. നമ്മുടെ മുന്നിലിരിക്കുന്ന സഹോദരിമാരൊക്കെ വലത് സൈഡിലേക്ക് ഇരിക്കുക, വലത് സൈഡിൽ ബാക്ക് ഭാഗത്തായിട്ട് ഇരിക്കുക. പുരുഷന്മാരെല്ലാം ഫ്രണ്ടിലേക്ക് തന്നെ വന്നിരിക്കുക. നമ്മുടെ സദസ്സിന് നേതൃത്വം കൊടുക്കുവാൻ വേണ്ടി ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ നമ്മുടെ സദസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അതുപോലെ നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ രക്ഷിതാക്കൾ, അതുപോലെ നമ്മുടെ നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ ഉസ്താദുമാർ, എല്ലാവർക്കും ഒറ്റവാക്കിൽ സ്വാഗതം അർപ്പിച്ചുകൊണ്ട് നമ്മുടെ പരിപാടിയുടെ ക്ലോസിംഗ് സെറമണിയിലേക്ക് കടക്കുകയാണ്. നമ്മുടെ പരിപാടിയിലൂടെ എത്തിച്ചേർന്ന നമ്മുടെ ഈ ഓഡിറ്റോറിയത്തിന്റെ മാനേജർ ബഹുമാനപ്പെട്ട ജീക്ക, അതുപോലെ നമ്മുടെ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ, ബഹുമാനപ്പെട്ട ഷഫീഖ് ജൗഹരി ഉസ്താദ്, അൽതാഫ് ഉസ്താദ്, എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം അർപ്പിച്ചുകൊണ്ട് എല്ലാവരും ഈ സദസ്സിലേക്ക് ഇരിക്കുക. നമ്മുടെ പരിപാടി ആരംഭിക്കാൻ പോവുകയാണ്. വൈകിയ വേളയിൽ കൂടുതൽ സംസാരിക്കുന്നില്ല. ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ നമ്മുടെ നാട്ടിൻ്റെ ആത്മീയമായ നേതൃത്വവും കിസ്വ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഡയറക്ടർ കൂടിയാണ്. ബഹുമാനപ്പെട്ട തങ്ങളവരുടെ ചെറിയ തിരക്ക് കാരണം അതിവേഗത്തിൽ തങ്ങൾക്ക് പോകേണ്ടതുകൊണ്ട് ആദ്യം തന്നെ തങ്ങളുടെ നസീഹത്തും ദുആയും അതുപോലെ നമ്മുടെ കുട്ടികൾക്കുള്ള സമ്മാന ദാന ഉദ്ഘാടനവും നടത്തുന്നു. ശേഷം ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റു പരിപാടികൾ നടത്താം. എല്ലാവരും മനഃപ്പം കൂടി ക്ഷമിച്ചിരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളെ നസീഹത്തും ദുആയുമായി ആദരവോടെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയമുള്ള സിക്യുവിൻ്റെ ഡയറക്ടർ ബാദ്ഷാ ബാഖവി അവറുകൾ, പ്രിയപ്പെട്ട നൗഫൽ മഹ്ലരി, ഷഫീഖ് ജൗഹരി, നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ ഫിസാക്കയുടെ ഓണറായ പ്രിയപ്പെട്ട നജീബ് സാഹിബ് അവറുകൾ, ഇസ്മായിൽ സാഹിബ്, പ്രിയപ്പെട്ട ഉമറാക്കൾ, പ്രിയപ്പെട്ട സഹോദരിമാർ, അൽഹംദുലില്ലാഹ്, നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സ്ഥാപനം നമ്മുടെ മക്കൾക്കായി അവരുടെ ആത്മീയ ഭൗതികമായ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് വളരെ സന്തോഷകരമാണ്. നമുക്ക് വരും തലമുറയിൽ സമൂഹത്തിന് വേണ്ടി ഉപകരിക്കുന്ന നല്ലൊരു തലമുറയെ സംഭാവന ചെയ്യാൻ നമ്മെക്കൊണ്ട് സാധിക്കും. അൽഹംദുലില്ലാഹ്, നാം ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ നിർത്തി കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ഇന്ന് അറിയാം, ഭൗതിക വിദ്യാഭ്യാസ കലാലയങ്ങൾ വളരെ പ്രശ്നങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. കുഞ്ഞുങ്ങൾ തന്നെ അധികവും മൊബൈലുകൾക്ക് അഡിക്റ്റായി അവർ പല വിഷയങ്ങളിലും കടന്നുപോയി വിഷമങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് മാതാപിതാക്കൾ അതിൻ്റെ അനുഭവങ്ങൾ, ദുരനുഭവങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മോശമായ ഒരു അന്തരീക്ഷത്തിലാണ് നാം നമ്മുടെ മക്കളെ ഈ ചെറുപ്രായം മുതൽ ഫാത്തിഹ സൂറത്തിലൂടെ, ഇഖ്ലാസിലൂടെ, മറ്റ് നല്ല ദീനിയായ കാര്യങ്ങളിലൂടെ അവരുടെ ബുദ്ധിയെ നിയന്ത്രിച്ച് അവരുടെ മനസ്സിനെയും അവരുടെ ചിന്തയെയും നല്ലൊരു റൂട്ടിലൂടെ നയിക്കാൻ പറ്റുക എന്നുള്ളത് തീർച്ചയായും
ഈ സംരംഭങ്ങളിലൂടെ പഠിക്കൽ കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ പ്രിയപ്പെട്ട പൊന്നോമനകളെ നമ്മുടെ ജീവിതത്തിലും നാളെ പാരത്രിക ജീവിതത്തിലും ഉപകരിക്കുന്ന നല്ല മക്കളാക്കി അള്ളാഹു തരുമാറാകട്ടെ. നാം പരിശുദ്ധമായ റജബിലാണ്. ഇനി ഷഅബാനും അത് കഴിഞ്ഞാൽ റമദാനാണ്. അപ്പോ ഈ റജബ് പിറക്കുമ്പോൾ തന്നെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തത്, അല്ലാഹുമ്മ ബാരിക് ലനാ, ഞങ്ങൾക്ക് നീ ബർക്കത്ത് ചെയ്യണേ, ഫി റജബിൻ വ ശഅബാൻ, ഈ റജബിലും ശഅബാനിലും. റജബിൽ ഒരുപാട് ഇബാദത്തുകൾ കൊണ്ട് അലങ്കരിക്കുവാനും ഇസ്തിഗ്ഫാറും ദിക്റും സലാത്തുകൾ കൊണ്ട് നമുക്ക് ഇത് ധന്യമാക്കാനും, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം റമദാനിൽ ഖളാ ആയ നോമ്പുകൾ ഈ റജബിലൊക്കെ ഖളാ വീട്ടി, ശഅബാനിലൊക്കെ ഖളാ വീട്ടി ആ റമദാന് വേണ്ടി ഒന്ന് തയ്യാറാകാൻ അതിനൊക്കെ പറ്റിയ മാസമാണ്. അപ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് നല്ല ശ്രദ്ധയോടെ ഇബാദത്തുകൾ കൊണ്ട് നല്ലതുപോലെ ഈ മാസങ്ങളെ അലങ്കരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വെറും തുച്ഛമായ ആയസ്സുകൾ മാത്രമുള്ള നാം ഇന്ന് എത്ര ആരോഗ്യവാനായ ചെറുപ്പക്കാരനെ എടുത്തു നോക്കിയാലും ഒരു മെഡിസിൻ കഴിക്കാത്ത ആള് വളരെ ചുരുക്കമാണ്. കാഴ്ചയിൽ നല്ല സിമ്പിളനും കാണാൻ നല്ല ഭംഗിയും ഒക്കെ തോന്നിക്കുമെങ്കിലും അവരുടെ ഹിസ്റ്ററി പരിശോധിച്ച് നോക്കുമ്പോൾ ഇന്ന് ഭക്ഷണത്തിൻ്റെ ആകാം, അതല്ലെങ്കിൽ മറ്റ് നമ്മുടെ വ്യായാമം കുറവ് കൊണ്ടുള്ള മറ്റുള്ള എന്തെങ്കിലും കാര്യങ്ങളും കൊണ്ടാകാം ഇന്ന് അധികവും രോഗികളായി പോവുകയാണ്. പ്രായങ്ങൾ തന്നെ വളരെ തുച്ഛമായ പ്രായങ്ങളിൽ വിട പറയുന്നവർ നമുക്ക് പത്രങ്ങളിലൂടെ മറ്റു മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതുകൊണ്ടെല്ലാം നാം മനസ്സിലാക്കാനുള്ളത്, നമുക്ക് എത്ര ഇനി ഇവിടെ സൗകര്യങ്ങളും നമുക്ക് സൗന്ദര്യങ്ങളും എല്ലാം ഉണ്ടായാലും ഇതെല്ലാം ഒരു നിശ്ചിത സമയത്തിൻ്റെ ഉള്ളിൽ അസ്തമിച്ച് ഒരു ശാശ്വതമായ ഒരു ജീവിതമാണ് നമുക്ക് വരാനിരിക്കുന്നത്. അവിടെയാണ് നമ്മുടെ വിജയം കൊയ്യേണ്ടതും അവിടേക്കാണ് നാം വിജയിക്കുകയും ചെയ്യേണ്ടത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് വിജയികളിൽ പെടാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തോനെയൊന്നും പറയാൻ ടൈമില്ലാത്തത് കൊണ്ട്, ഉടൻ തന്നെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കേണ്ടത് കൊണ്ട്, നമ്മുടെ കുട്ടികൾക്ക് ഇൻഷാ അല്ലാഹ് വേണ്ടുന്ന രൂപത്തിലുള്ള ശിക്ഷണവും പ്രോത്സാഹനവും ഇൽമും ഈ സ്ഥാപനത്തിൽ നിന്ന് കിട്ടും എന്ന് ഒരിക്കൽ കൂടി നിങ്ങളെ ഉണർത്തിക്കൊണ്ട് ഞാൻ നിർത്തുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖബൂൽ ചെയ്യുമാറാകട്ടെ. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس.
الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم صل على نور الأنوار وسر الأسرار وترياك الأغيار ومفتاح باب الأسرار وسيدنا وشفينا محمد المختار وآله الأطهار وصحابه الأخيار عدد نعم الله وإفضاله يا ذا الجلال والإكرام. اللهم أوصل وبلغ مثل ثواب ما قرأناه من القرآن العظيم إلى حضرة حبيبنا وسيدنا مصطفى محمد صلى الله عليه وسلم. اللهم وإلى حضرة أرواح أزواجه الطاهرات أمهات المؤمنين وإلى حضرة أرواح أصحاب البدريين والهديين والهنينين والخندقين والخيبرين والتبوكين وسائر الصحابة والكرامة كلهم أجمعين. اللهم وإلى حضرة سائر الأنبياء والأولياء والعلماء والعظماء والنجباء والشهداء والصديقين والصالحين. اللهم زد لهم شرفا على شرفهم وفضلا على فضلهم وكرامة على كراماتهم لديك. اللهم يسر أسيرنا وسهل أمورنا وفرج همومنا وقض حوائجنا واشفي أمراض من أوصانا وعد ديوننا يا رب العالمين. اللهم بارك لنا في رجب وشعبان وبلغنا رمضان ووفقنا فيه للصيام والقيام وتلاوة القرآن. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. അർഹമുർറാഹിമീനായ അല്ലാഹ്, നീ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ അല്ലാഹ്. ഈമാൻ സലാമത്താക്കണേ അല്ലാഹ്. കാമിലായ ഈമാൻ നീ നൽകണേ അല്ലാഹ്. എല്ലാവിധ ശാരീരിക മാനസിക സാമ്പത്തിക പ്രയാസങ്ങൾ നീ മാറ്റണേ അല്ലാഹ്. രോഗങ്ങളൊക്കെ നീ ശിഫയാക്കണേ അല്ലാഹ്. മാരകമാകുന്ന ഒരു രോഗങ്ങളും നീ നൽകല്ലേ അല്ലാഹ്. വേദനയുള്ള പല രോഗങ്ങളും ഉള്ളവർ, മുട്ടുവേദനയുള്ളവർ, അള്ളാഹുവേ വയറുവേദനയുള്ളവർ, തലവേദനയുള്ളവർ, പടച്ചവനെ പലവിധ വാദങ്ങൾ ഉള്ളവർ, റബ്ബെ എല്ലാവർക്കും നീ ശിഫ നൽകണേ അല്ലാഹ്. നിന്റെ സ്വാലിഹീങ്ങളിൽ ഞങ്ങളെ എല്ലാവരെയും നീ പെടുത്തണേ അല്ലാഹ്. പടച്ചവനെ ഞങ്ങൾക്ക് ഈ സൗകര്യം ചെയ്ത ഈ സ്ഥാപനത്തിനും അതിൻ്റെ അനുയായികൾക്കും നീ ബർക്കത്ത് നൽകണേ അല്ലാഹ്. നജീബ് സാഹിബ് റബ്ബേ, നീ എല്ലാ ഖൈറുകളും ചൊരിയണേ അല്ലാഹ്. പടച്ചവനെ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളെ വിട്ട മാതാപിതാക്കൾ, അവരുടെ കുടുംബങ്ങൾ എല്ലാവർക്കും നീ ബർക്കത്ത് നൽകണേ അല്ലാഹ്. റബ്ബേ, ഈ സ്ഥാപനം ഖൈറായ നിലയിൽ മുന്നോട്ട് പോകാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുമ്മ റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. പടച്ചവനെ, ഗൾഫ് യാത്ര ഉദ്ദേശിച്ച സഹോദരൻ ഒരു തടസ്സവുമില്ലാതെ റബ്ബെ ആ വിസ ശരിയായി കിട്ടാൻ അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഖാജ തങ്ങളുടെ ഹക്ക് കൊണ്ട് റബ്ബെ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനല്ലാഹ്. ഇനി ഒരു ചടങ്ങ് കൂടിയാണ് ഇവിടെ ബാക്കിയുള്ളത്. അൽഹംദുലില്ലാ, ഇതുവരെ സഹകരിച്ച പ്രിയപ്പെട്ട രക്ഷിതാക്കൾക്കെല്ലാം 1000 സന്തോഷങ്ങൾ അറിയിക്കുകയാണ്. അൽഹംദുലില്ലാ, നമ്മുടെ സ്ഥാപനം ഇപ്പോൾ 3 വർഷം പൂർത്തിയാക്കുകയാണ്. ബഹുമാനപ്പെട്ട തങ്ങൾ അവർകൾ ദുആ ചെയ്താണ് നമ്മുടെ സ്ഥാപനം ആദ്യമായി തുടങ്ങിയത്. നിങ്ങളോടെല്ലാവരോടും ഒരു സന്തോഷം ഈ വേളയിൽ അറിയിക്കുകയാണ്. വരുന്ന അക്കാഡമിക് ഇയറിൽ ഓച്ചിറയിലും പന്മന പറമ്പിമുക്കിലും നമ്മുടെ ഗാർഡൻ വാലിയുടെ അടുത്ത യൂണിറ്റുകൾ, സിക്യുവിൻ്റെ യൂണിറ്റുകൾ ആരംഭിക്കുന്നു എന്ന സന്തോഷ വാർത്ത നിങ്ങളെല്ലാവരെയും അറിയിക്കുകയാണ്. ആ പ്രദേശത്തുള്ളവർക്ക് നിങ്ങൾ ഈ അറിയിപ്പ് നൽകണം. നിങ്ങളുടെ കുട്ടികളെല്ലാം സിക്യുവിൽ പഠിപ്പിക്കാനുള്ള സൗകര്യങ്ങൾ നിങ്ങളാൽ ചെയ്തു കൊടുക്കണം. അൽഹംദുലില്ലാ, നമ്മുടെ ഈ സ്ഥാപനം ഇതുവരെ നടന്നു വരുന്നതിൽ
പ്രിയപ്പെട്ട രക്ഷിതാക്കളുടെ പങ്ക് വളരെ വലുതാണ്. എല്ലാ നിലയ്ക്കും നമ്മോട് സപ്പോർട്ട് ചെയ്താണ് നിങ്ങൾ നിൽക്കുന്നത്. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറയാൻ ഇൻഷാ അല്ലാഹ് ഉണ്ട്. അതിനു മുമ്പായി തങ്ങൾക്ക് പോകേണ്ടതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്കുള്ള സമ്മാനം ഇവിടെ നൽകുകയാണ്. കുട്ടികളെ ഓരോരുത്തരായിട്ട് ഇങ്ങോട്ട് അയക്കുക ഇൻഷാ അല്ലാഹ്. ബഹുമാനപ്പെട്ട തങ്ങളെ വട്ട കൈകളുകൊണ്ട് ഏറ്റുവിടും. ട്രോഫി എടുക്കും. ട്രോഫി ഒരു പേരൊന്നുണ്ടാ, പിന്നെ അത് കറക്റ്റ് ചെയ്തോളൂ. എടുത്താൽ കൊടുത്താൽ മതി. അതിലേ വാ, അതിലേ വാ, കുട്ടികളെല്ലാം അതിലേ വാ, എല്ലാവരും. ഇല്ല ഇല്ല ഇല്ല, എല്ലാവരും കയറി വന്നോട്ടെ, കയറി വന്നോട്ടെ. അത് പാടാ. ഓക്കെ. ആ ചാ പോലെ അത് ഒന്ന് ഒരു നോട്ട് കൊടുക്കണം. മാഷാ അല്ലാ. നെജിക്കാട് കൈവെക്ക്, നെജിക്കാട് കൈവെക്ക്. ഇല്ല അതെ. ഇങ്ങോട്ട് ഇതുകൊണ്ട് മാമിന്റെ കൊടുക്കണം കേട്ടോ, പേര് മാറ്റുക. അതിലേ പോ, ഇതിലേ പോ, അതിലേ. പറയട്ടെ ഉസ്താ, പറയട്ടെ. മൈക്കെടു, മൈക്കേന്ന് വിട്, മൈക്കേന്ന് വിടറാ. ഇൻഷാ അല്ലാ തങ്ങൾക്ക് പെട്ടെന്ന് പോകേണ്ടതുകൊണ്ട് തങ്ങൾ വരികയാണ്. ബാക്കിയുള്ള കുട്ടികൾക്കെല്ലാം ട്രോഫി പ്രിയപ്പെട്ട ഷഫീഖ് ജോലി ഉസ്താദ്, അതുപോലെ ഫിസാക്ക മാനേജർ, നജീബ് സാഹിബ് ഉൾപ്പെടെയുള്ളവർ നൽകുന്നു. ആദരപൂർവ്വം എല്ലാവരെയും ക്ഷണിക്കുന്നു. ഫോട്ടോ എടുക്കാൻ കിട്ടത്തില്ല. എടുത്തോ, കുഴപ്പമില്ല, എങ്ങനെ എടുത്തോ, കുഴപ്പമില്ല. മാഷാ മാഷാ അല്ലാ. കുട്ടികളെ അങ്ങോട്ട് ഇറക്കി വിട്ടു. മാഷാ അല്ലാ, മാഷാ അല്ലാ, മാഷാ അല്ലാ, മാഷാ അല്ലാ. മൈക്ക് 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 ഫോട്ടോ എടുത്തേ, അത് കുഴപ്പമില്ല.
കല 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 അൽഹംദുലില്ലാ, ഇതുവരെ സഹകരിച്ച എല്ലാവർക്കും സന്തോഷങ്ങൾ അറിയിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് ക്ലാസ് ഉണ്ടായിരിക്കുന്നതല്ല. അതുപോലെ സിക്യു എന്ന് പറയുന്ന മഹത്തായ ഇസ്ലാമിക് പ്രീ സ്കൂൾ നമ്മുടെ കുട്ടികൾ നല്ല പൗരന്മാരായും അതുപോലെ അതിനേക്കാൾ ഉപരി നമ്മൾ മുഅ്മിനുകളാണ്. ആ നിലയ്ക്ക് നമ്മൾക്ക് ഈമാനിന്റെ എല്ലാ മേഖലകളിലും നമ്മുടെ കുട്ടികൾക്ക് പെർഫെക്ഷൻ കിട്ടുന്ന രൂപത്തിലുള്ള അടിത്തറകൾ നൽകിക്കൊണ്ടും നമ്മുടെ സിക്യു പ്രീ സ്കൂൾ അൽഹംദുലില്ലാ 3 വർഷം പിന്നിടുമ്പോൾ വലിയ സന്തോഷമുണ്ട്. നമ്മുടെ ഓരോ പരിപാടികളിലും പ്രിയപ്പെട്ട രക്ഷിതാക്കളുടെ സപ്പോർട്ടുകൾ വളരെ വലുതാണ്. അതുപോലെ നിങ്ങൾ എല്ലാവരും നമ്മുടെ ടീച്ചേഴ്സിന് വേണ്ടി പ്രത്യേകം ദ്വാരക്കണമെന്ന് പ്രത്യേകമായി ഉണർത്തുകയാണ്. നമ്മുടെ സിക്യു ഫെസ്റ്റ് നടക്കുമ്പോൾ ധാരാളം ആൾക്കാരുടെ പരിശ്രമമാണ്. വളരെ ദിവസങ്ങളായി മാസങ്ങളായി നമ്മുടെ ടീച്ചേഴ്സ് പണിപ്പെടുന്നതിന്റെ ഫലമായിട്ടാണ് നമ്മുടെ കുട്ടികൾ ഇങ്ങനെ പെർഫോമൻസുകൾ നടത്തുന്നത്. നിങ്ങളെല്ലാവരും പ്രിയപ്പെട്ട ടീച്ചേഴ്സിന് വേണ്ടി ദ്വാരക്കണം എന്ന് കൂടി അറിയിക്കുകയാണ്. നമ്മുടെ ഈ പ്രോഗ്രാം ഇവിടെ നടത്തുന്നതിന് സൗകര്യം ചെയ്ത പ്രിയപ്പെട്ട നജീബുക്ക, ഈ ഫിസാക്കയുടെ ഓണർ കൂടിയായ അവരുടെ കുടുംബത്തിൽ അള്ളാഹു ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. അവരുടെ ഉമ്മ ഉപ്പ എല്ലാവർക്കും അള്ളാഹു ആഫിയത്ത് സുഹത്ത് ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ ഇന്ന് ഇവിടെ ഈ അലങ്കാരങ്ങളൊക്കെ ചെയ്തു വന്ന പ്രിയപ്പെട്ട നമ്മുടെ സഹോദരി ഇവിടുത്തെ മാനേജർ കൂടിയായ അവരുടെ മകന്റെ വിസയുടെ കാര്യം എത്രയും പെട്ടെന്ന് ശരിയാകണമെന്ന ദുആവസിയത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖൈറായ ജോലിയും ഖൈറായ ഭാവിയും എല്ലാം ആ വിസയുടെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാടിനും വീടിനും കുടുംബത്തിനും എല്ലാത്തിനും ഉപകാരപ്പെടുന്ന മക്കളായി അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ എത്തിക്കാൻ നമ്മൾ നടത്തുന്ന പരിശ്രമങ്ങൾ ഒരിക്കലും നഷ്ടമല്ല. തീർച്ചയായും നമ്മുടെ മക്കളാണ് ഏറ്റവും പ്രധാനം. മികച്ച പാരന്റിംഗ് ആണ് മികച്ച കുട്ടികൾ വളരുമ്പോഴാണ് മികച്ച പൗരന്മാരും സമൂഹവും ഉണ്ടാകുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, കേരളത്തിൽ അവസാനമായി നടന്ന തൂക്കിക്കൊല അത് റിപ്പർ ചന്ദ്രന്റേതാണ്. റിപ്പർ ചന്ദ്രൻ എന്തുകൊണ്ടാണ് അങ്ങനെ ആയിത്തീർന്നത്? അതിന്റെ മറ്റൊരു വശത്ത് തന്നെ നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രത്തിൽ കാണാം. ഒരു ഉമ്മ മകനെ പഠിക്കാൻ അയക്കുമ്പോൾ ആ മകനോട് നടത്തുന്ന വസിയത്ത്, മകനെ നീ തഹജ്ജുദ് മുടക്കരുത് എന്നാണ്. അങ്ങനെ ആ രൂപത്തിൽ ഒരു മകനെ നന്നാക്കുന്നതിനും ചീത്തയാക്കുന്നതിനും രക്ഷിതാക്കൾക്ക് വലിയ പങ്കുണ്ട്. തീർച്ചയായും ഇത്തരം പരിപാടികൾ അതുപോലെ ഇത്തരം സംവിധാനങ്ങൾ നമ്മൾ ഇസ്ലാമിക് പ്രീ സ്കൂളാണ്. അവിടെ നമ്മൾ പഠിപ്പിക്കുന്നത് സൂറത്തുൽ ഫാത്തിഹയാണ്. സൂറത്തുൽ ഫാത്തിഹ അതുപോലെ അങ്ങനെ നമ്മൾ ഇസ്ലാമികമായ ചുറ്റുവട്ടത്തിൽ കടന്നുകൊണ്ട് അവന്റെ പഠനത്തിന്റെ ആ അടിസ്ഥാനങ്ങൾ പഠിക്കുമ്പോൾ അവനുണ്ടാകുന്ന ഉയർച്ച അത് വളരെ
എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് നിങ്ങൾ എല്ലാവരും അൽഹംദുലില്ലാ നമ്മുടെ സിക്യു തിരഞ്ഞെടുത്തിട്ടുള്ളത്. തീർച്ചയായും അതൊരു നഷ്ടമല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് കബൂലാക്കുമാറാകട്ടെ. ഈ സിക്യു ഫെസ്റ്റിന് വേണ്ടി നമ്മളോട് സഹകരിച്ച എല്ലാവർക്കും സന്തോഷങ്ങൾ അറിയിക്കുകയാണ്. നമ്മുടെ ഇതിന്റെ ഡിജിറ്റൽ കാര്യങ്ങൾ ഏറ്റെടുത്ത സിവ മീഡിയ ഉൾപ്പെടെയുള്ള, അതുപോലെ നമുക്ക് മറ്റ് സഹായങ്ങൾ ചെയ്തു തന്ന മൈക്കും സൗണ്ടും മറ്റ് ഒരുക്കങ്ങളും എല്ലാം ചെയ്തു തന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളുണ്ട്. ഇവിടെ ഭക്ഷണം എത്തിച്ചു തന്നവരുണ്ട്, വെള്ളവും ചായയും ഒക്കെ തന്നവരുണ്ട്. എല്ലാം അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. അതിനുവേണ്ടി നാം ചെലവഴിക്കുന്ന വലിയ സദഖ, വലിയ നന്മകളായി സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം മടക്കി തരുമാറാകട്ടെ. അതിനുവേണ്ടി പകലില്ലാതെ കഷ്ടപ്പെടുന്ന, ഇന്നലെ രാത്രിയും 12 മണിക്ക് പ്രിയപ്പെട്ട നൗഫൽ മഅലി ഇവിടുത്തെ ഒരുക്കങ്ങൾ ചെയ്യുന്നതിനായി, അതെല്ലാം വലിയൊരു സന്തോഷങ്ങളായി അവർക്ക് മടക്കി നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ട ഇസ്മായിൽ സാറ് നമ്മുടെ സ്ഥാപനം തുടങ്ങിയത് മുതൽ നമ്മുടെ പ്രവർത്തനത്തിനായി എല്ലാം കൂടെയുണ്ട്. അദ്ദേഹം വിദേശത്തുനിന്ന് വന്നപ്പോഴും നമ്മുടെ എല്ലാ കാര്യങ്ങളിലും സഹകരിച്ച് നമ്മളോടൊപ്പമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെല്ലാം കബൂലാക്കുമാറാകട്ടെ. അതുപോലെ ഇതിന്റെ കാര്യങ്ങളിലും ഓരോ സന്ദർഭങ്ങളിലും നമ്മളോട് സഹകരിച്ചവർ, സഹായിച്ചവർ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ഖൈർ ബറക്കാത്തുകൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മക്കളെ എല്ലാം നന്മയുടെ വഴിയിലേക്ക് നടത്താനുള്ള ഈ പരിശ്രമങ്ങൾ അതെല്ലാം ആഖിറത്തിൽ ഉപകാരപ്പെടുന്ന പ്രവർത്തനങ്ങളാക്കി തരുമാറാകട്ടെ. സിക്യു ഫെസ്റ്റ് നമ്മുടെ കുട്ടികളുടെ പഠിച്ചതും അവർ പാടിയതും എല്ലാം നമുക്ക് കണ്ട് ആനന്ദിക്കുമ്പോൾ തീർച്ചയായും നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്, നമ്മുടെ മക്കൾക്ക് മറ്റ് ഇടങ്ങളിൽ പഠിക്കാമായിരുന്നിട്ടും സിക്യു തിരഞ്ഞെടുത്തതിന്റെ കാരണം, അതിന്റെ മോട്ടോ എന്താണ് എന്ന് നമ്മൾ എല്ലാവരും അനലൈസ് ചെയ്യേണ്ടതുണ്ട്. തീർച്ചയായും നമ്മുടെ മതം ഇസ്ലാമാണ്. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായ മതം അത് ഇസ്ലാം മാത്രമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾ ഇസ്ലാമികമായി അവന്റെ ഓരോ സമയങ്ങളും കണ്ടെത്തണമെന്ന ഉറച്ച നമുക്കുണ്ടാകണം. തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാഠങ്ങൾ, പ്രവാചക പാഠങ്ങളാണ് നമ്മുടെ പ്രീ സ്കൂളിൽ നമ്മൾ പഠിപ്പിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകരിലൂടെ നമ്മെ പഠിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പാഠം എന്താണ്? വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അള്ളാഹുവിനെ ഇബാദത്ത് അല്ലാതാകുന്ന ഒരു പ്രവർത്തനങ്ങൾ നമ്മളിൽ നിന്ന് വന്നുപോകുന്നത്. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യലാണ് നമ്മുടെ സൃഷ്ടിപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശമെന്ന് മനസ്സിലാക്കുന്ന നമ്മളും നമ്മുടെ മക്കളും അങ്ങനെ ആകണം എന്നതാണ് നമ്മൾ സിക്യു തിരഞ്ഞെടുത്തതിന്റെ ഉദ്ദേശം. തീർച്ചയായും നിങ്ങൾക്ക് 100% നമ്മൾ ഗ്യാരണ്ടി തരുന്നു. ഇസ്ലാമിക് പ്രീ സ്കൂൾ എന്ന പേര് മാത്രമല്ല, മറിച്ച് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അദ്കാറുകൾ, അവിടുന്ന് പഠിപ്പിച്ച പാഠങ്ങൾ എല്ലാം നമ്മുടെ കുട്ടികൾക്ക് വളരെ ചെറുപ്പത്തിലെ നമ്മൾ സന്നിവേശിപ്പിക്കുന്നുണ്ട്. നിങ്ങളെല്ലാം അതിന്റെ അനുഭവസ്ഥരാണ്. അതുകൊണ്ട് തന്നെ ആ വലിയൊരു ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ പരിശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ ചെറിയ കുറവുകൾ, അത് നിങ്ങൾ സന്തോഷത്തോടുകൂടി സ്നേഹത്തോടെ ഞങ്ങളെ ഉണർത്തുകയും അതിനെ പരിഹരിക്കാൻ നിങ്ങൾ നമ്മളോടൊപ്പം നിൽക്കുകയും വേണം. തീർച്ചയായും നമ്മുടെ ടീച്ചേഴ്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അവർ 6 ദിവസമാണ് പണിയെടുക്കുന്നത്. നമ്മൾ 5 ദിവസമാണ് കുട്ടികളെ അയക്കുന്നതെങ്കിൽ അവർ 6 ദിവസമാണ് സിക്യുവിന് വേണ്ടി കഷ്ടപ്പെടുന്നത്. അവർ വീട്ടിൽ ചെന്നാൽ അവർക്ക് ഓൺലൈൻ ക്ലാസ്സുകളുണ്ട്. നിരന്തരം ട്രെയിനിങ്ങുകളിലാണ് ഈ 6 മണിക്കൂർ നമ്മുടെ കുട്ടികളുടെ എല്ലാ കാര്യങ്ങളും ടീച്ചേഴ്സ് ചെയ്യുന്നത്. അവരുടെ കുടുംബത്തിന് വേണ്ടി, അവരുടെ ആഫിയത്തിന് വേണ്ടി, അവരുടെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി എല്ലാം നിങ്ങൾ നന്നായി ദുആ ഇറക്കണമെന്ന് ഇവിടെ വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് എല്ലാ ഖൈറുകളും ഏറ്റു നൽകുമാറാകട്ടെ. നമ്മൾ നൽകുന്ന ചെറിയൊരു തുക അതിനൊന്നും പകരം നിൽക്കുന്നതല്ല, അവരുടെ സേവനത്തിന് പകരം നിൽക്കുന്നതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും കുറവുകൾ വന്നാൽ കൂടി നിങ്ങൾ എല്ലാവരും സ്നേഹബുദ്ധിയെ ഉപദേശിച്ച് സഹകരിച്ച് നമുക്കെല്ലാവർക്കും ഇൻഷാ അല്ലാഹ് ഇതിനെ വളർത്തിയെടുക്കേണ്ടതുണ്ട്. നിങ്ങളുടെ എല്ലാവരും ഇതുവരെയുള്ള സഹകരണങ്ങൾക്ക് 1000 സന്തോഷങ്ങൾ അറിയിക്കും. ഇൻഷാ അല്ലാഹ് അക്കാഡമിക് പന്മനയിലും തുടങ്ങുന്ന സെന്ററിന്റെ അറിയിപ്പ് നിങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങൾക്ക് നൽകണം എന്ന് ഇൻഷാ അല്ലാഹ് എത്തിച്ചേർന്ന എല്ലാവർക്കും ഒരിക്കൽ സന്തോഷങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധ റജബുൽ ശഅബാനിലും നമുക്ക് ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. റമളാനിലേക്ക് ആഫിയത്തോടെ സുഹൃത്തുക്കളെ എത്തിച്ചേരുമാറാകട്ടെ. ഏറ്റവും പ്രധാനമായി നമ്മുടെ സെന്റർ ഹാരിസ് എന്ന് പറയുന്ന സഹോദരൻ, അദ്ദേഹത്തിന്റെ ബിൽഡിങ്ങിലാണ് നമ്മുടെ സെന്റർ ഇപ്പോൾ നടക്കുന്നത്. അവർ നമ്മോട് വലിയ സപ്പോർട്ടീവാണ്. അദ്ദേഹത്തിന് ഗൾഫിൽ വലിയ പ്രതിസന്ധികൾ എല്ലാം അല്ലാഹു തആല അരിച്ചു നൽകുമാറാകട്ടെ. അവരുടെ ഭാര്യയ്ക്ക് ചെറിയ അസുഖങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. അവരുടെ കുടുംബത്തിലുള്ള ചെയ്യുമാറാകട്ടെ. ആലിസക്കയുടെ ഒരു സഹോദരൻ കഴിഞ്ഞ ദിവസം മരണപ്പെടുകയുണ്ടായി. അവരുടെ ഖബർ സന്തോഷമാക്കി കൊടുക്കുമാറാകട്ടെ. ആ രൂപത്തിൽ നമ്മുടെ സംവിധാനത്തോട് ആരൊക്കെ എപ്പോഴൊക്കെ എങ്ങനെയെങ്കിലും സന്തോഷിപ്പിച്ചിട്ടുണ്ടോ അതെല്ലാം അല്ലാഹു ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ,
ഇതിനെല്ലാം അശ്രാന്ത പരിശ്രമം നടത്തുന്ന നമ്മുടെ ടീച്ചേഴ്സ്, മാനേജ്മെന്റ് എല്ലാവരും. അൽഹംദുലില്ലാ, ഈ സ്ഥാപനം തുടങ്ങിയ ആദ്യ വർഷം ഇതിനോടൊപ്പം ബാദിഷാ ഉസ്താദിനോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ സാധിച്ചു. അൽഹംദുലില്ലാ. ശേഷം പ്രവാസിയായി ഇപ്പോൾ ഈ വെക്കേഷന് വന്നപ്പോൾ അൽഹംദുലില്ലാ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെയേറെ സന്തോഷം. എല്ലാവരെയും ഒരിക്കൽ കൂടി കാണാനും കുഞ്ഞുമക്കളുടെ പെർഫോമൻസ് അൽഹംദുലില്ലാ ഓരോ വർഷം കഴിയുന്തോറും ഈ 3-ാം വർഷം എത്തുമ്പോൾ തന്നെ നല്ല മാറ്റങ്ങൾ കാണുന്നു. ഇൻഷാ അല്ലാ ഈ ഉന്നതങ്ങളിലേക്ക് എത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നന്മകളും നേരുന്നു. നിർത്തുന്നു. അസ്സലാമു അലൈക്കും.